BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. പാലാരിവട്ടത്ത് വാക്കുതർക്കത്തിനിടെ യുവാവിനെ കുത്തിക്കൊന്നു. തമനം AKG കോളനിയിലെ മനീഷാണ് കൊല്ലപ്പെട്ടത്. പരിക്കേറ്റ അഭിജിത്ത് എന്നയാൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്ന് പുലർച്ചെ 2:30 വാക്കുതർക്കം കത്തിക്കുത്തിൽ കലാശിക്കുകയായിരുന്നു. സംഭവത്തിൽ ആഷിഖ്, ജിതേഷ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വെങ്ങൂർ പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തവും ഡെങ്കിപ്പനിയും പടർന്നു. കൈപ്പള്ളി, ചൂരത്തോട്, വെങ്ങൂർ, വക്കുവള്ളി എന്നിവിടങ്ങളിലാണ് രോഗം പടർന്നത്. ശുദ്ധജലക്ഷാമമുള്ള പ്രദേശങ്ങളാണിവ. വക്കുവള്ളിയിലും വെങ്ങൂരുമാണ് കൂടുതൽ പേരിൽ രോഗം കണ്ടെത്തിയത്. വക്കുവള്ളിയിലെ അടുത്തടുത്ത 5 വീടുകളിൽ മഞ്ഞപ്പിത്തം ബാധിച്ചു. ഇതോടൊപ്പം ഡെങ്കിപ്പനിയുമുണ്ട്. വെങ്ങൂർ പഞ്ചായത്തും ആരോഗ്യവകുപ്പും ചേർന്ന് കിണറുകളും വീടുകളിലുള്ള കുടിവെള്ള ടാങ്കുകളും സൂപ്പർ ക്ലോറിനേഷൻ നടത്തി. മഞ്ഞപ്പിത്തം കൂടുതൽ പേരിലേക്ക് പടരുന്നത് തടയാൻ ആൾക്കൂട്ട ചടങ്ങുകൾ തൽക്കാലം നിരോധിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ പഞ്ചായത്ത് അറിയിച്ചു. അടുത്ത ദിവസം നടക്കാനിരിക്കുന്ന പല പൊതുചടങ്ങുകളും മാറ്റിവെച്ചു. ജലസ്രോതസ്സുകൾ നിരീക്ഷിക്കാനും ബോധവൽക്കരണം നടത്താനും വാട്ടർ അതോറിറ്റിയുടെയും ആരോഗ്യവകുപ്പിന്റെയും സംയുക്ത യോഗം തീരുമാനിച്ചു. വാട്ടർ അതോറിറ്റിയുടെ ചൂരമുടി ടാങ്കിൽ സൂപ്പർ ക്ലോറിനേഷൻ നടത്തി. ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം എന്നിവയുടെ ലക്ഷണം കണ്ടാൽ സ്വയം ചികിത്സ ചെയ്യാതെ ആശുപത്രികളിൽ റിപ്പോർട്ട് ചെയ്യണമെന്നും നാട്ടുകാർ അറിയിപ്പ് നൽകി. സീപോർട്ട് എയർപോർട്ട് റോഡിലെ പാർക്കിംഗ് ഒഴിവാക്കാൻ സ്ഥാപിച്ച കോൺക്രീറ്റ് കുറ്റികൾ വാഹനങ്ങൾ ഉപയോഗിച്ച് ഇടിച്ചിടുന്നത് പതിവാകുന്നു. ഇരുമനത്തെ ഓയിൽ കമ്പനികൾക്ക് സമീപത്തായി ഒട്ടേറെ കോൺക്രീറ്റ് കുറ്റികളാണ് ഇടിച്ചിട്ട നിലയിലുള്ളത്. ഈ ഭാഗം ഇപ്പോൾ പാർക്കിംഗ് കേന്ദ്രമായി മാറുകയും ചെയ്തു. 3.47 കോടി രൂപയാണ് ഇതിനായി ചെലവാക്കിയത്. സീപോർട്ട് എയർപോർട്ട് റോഡിൽ ചിത്രപ്പുഴ പാലം മുതൽ ഇരുമ്പനം പുതിയ റോഡ് ജംഗ്ഷൻ വരെ ഇരുവശങ്ങളിലുമാണ് കോൺക്രീറ്റ് കുറ്റികൾ പലയിടങ്ങളിലും സ്ഥാപിച്ചിരിക്കുന്നത്. എന്നാൽ അതിനെ മറികടന്ന് ടാങ്കർ ലോറികൾ റോഡിലേക്ക് കയറ്റി പാർക്ക് ചെയ്യുകയാണ്. ബലത്തിൽ പാർക്കിംഗ് കൊണ്ടുള്ള പ്രശ്നം റോഡിൽ ഗുരുതരമായി. ചിത്രപ്പുഴ മേൽപ്പാലം മുതൽ ഇരുമ്പനം പുതിയ റോഡ് സിഗ്നൽ ജംഗ്ഷൻ വരെ കോൺക്രീറ്റ് കുറ്റികൾ സ്ഥാപിക്കാനും വശങ്ങളിൽ ടൈൽ വിരിക്കാനും റോഡ് ടാറിംഗ് പൂർത്തീകരിക്കാനുമാണ് ഇത്രയും തുക അനുവദിച്ചത്. ചില ഭാഗങ്ങളിലെ കോൺക്രീറ്റ് കുറ്റികൾ സാമൂഹിക വിരുദ്ധർ ഇളക്കി മാറ്റിയ നിലയിലാണ്. കളഞ്ഞു കിട്ടിയ 2 പവൻ സ്വർണം പോലീസിൽ ഏൽപ്പിച്ച വിദ്യാർത്ഥികളുടെ മാതൃക. പനായിക്കുളം സ്വദേശികളായ റാഷിദ്, ഹാഷിം എന്നിവരാണ് കളഞ്ഞു കിട്ടിയ സ്വർണം പോലീസിൽ ഏൽപ്പിച്ചത്. അത്താണി സിഗ്നൽ ജംഗ്ഷന് സമീപത്ത് നിന്നുമാണ് ഇരുവർക്കും 2 പവന്റെ ഒരു വള കിട്ടിയത്. ഇവർ അത് ഉടനെ ചെങ്ങമ്പനാട് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ചെങ്ങമ്പനാട് സ്വദേശിനി ബേബിയുടേതാണ് വളയെന്ന് മനസ്സിലായി. അത്താണിയിലുണ്ടായ വാഹനാപകടത്തിൽ ബേബിയുടെ കയ്യിൽ നിന്നും ഊരിപ്പോയതായിരുന്നു വള. പിന്നീട് പോലീസിന്റെ സാന്നിധ്യത്തിൽ വിദ്യാർത്ഥികൾ ബേബിക്ക് ആഭരണം കൈമാറി. ഇൻസ്പെക്ടർ R. കുമാർ, SI സന്തോഷ് കുമാർ, SIOമാരായ ഷാനവാസ്, ഷാജൻ, ദീപ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മെയ് 1 മുതൽ വേണാട് എക്സ്പ്രസ് എറണാകുളം സൗത്ത് സ്റ്റേഷൻ ഒഴിവാക്കി യാത്ര തുടരും. ഷൊർണൂരിൽ നിന്ന് തിരിച്ചുള്ള സർവീസിലും സൗത്ത് സ്റ്റേഷനിലെത്തില്ല. ഇതോടെ എറണാകുളം നോർത്ത് ഷൊർണൂർ റൂട്ടിൽ വേണാട് എക്സ്പ്രസ് നിലവിലെ സമയക്രമത്തേക്കാൾ 30 മിനിറ്റോളം മുൻപേ ഓടും. തിരിച്ചുള്ള യാത്രയിൽ എറണാകുളം നോർത്ത് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ സ്റ്റേഷനിലും 15 മിനിറ്റോളം നേരത്തെ എത്തും. തെരഞ്ഞെടുപ്പ് ചൂടിനൊപ്പം വേനൽ ചൂടും കനത്തപ്പോൾ ആശ്വാസത്തിന്റെ തണുപ്പുമായി കുട്ടികൾ ഒരുക്കിയ ജ്യൂസ് സ്റ്റാൾ ശ്രദ്ധേയമായി. വടക്കേക്കര പഞ്ചായത്തിലെ വാവക്കാടാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്തിന്റെ സമീപം കൊച്ചുകുട്ടികൾ തണ്ണിമത്തൻ ജ്യൂസ് സ്റ്റാൾ സജ്ജീകരിച്ചത്. 7ാം ക്ലാസ്സുകാർ ധനുശ്രീ ദതീഷും 6ാം ക്ലാസ്സുകാരി അനുശ്രീ രാജേഷുമായിരുന്നു മുന്നണി പ്രവർത്തകർ. വലിയ ക്ലാസ് തണുത്ത ജ്യൂസ് 10 രൂപയ്ക്കും ചെറിയ ക്ലാസ് 5 രൂപയ്ക്കും വിൽപ്പന നടത്തി. കടകളിൽ ഉയർന്ന വിലയ്ക്ക് ലഭിക്കുന്ന ജ്യൂസ് തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ചെറിയ വിലയ്ക്ക് ലഭിച്ചതോടെ കുട്ടിക്കൂട്ടത്തിന്റെ സ്റ്റാളിൽ നല്ല തിരക്കായിരുന്നു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. സംസ്ഥാനത്ത് ഇനിയും ചൂടുയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇതിന്റെ ഭാഗമായി വിവിധ ജില്ലകളിൽ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. അടുത്ത 5 ദിവസത്തേക്കാണ് 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സാധാരണയേക്കാൾ 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനാണ് സാധ്യത. പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 41 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, തൃശൂർ ജില്ലകളിൽ ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കാസർഗോഡ്, പത്തനംതിട്ട ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം ജില്ലയിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു.
പെരുമ്പാവൂർ രായമംഗലം പഞ്ചായത്തിലെ മലമുറി മലയിൽ മണ്ണെടുപ്പ് വ്യാപകമാകുന്നതായി പരാതി. 16-ാം വാർഡിലെ ഏക്കർ കണക്കിനുള്ള മലയുടെ നല്ലൊരു ഭാഗം കുറേ നാൾ മുൻപ് മണ്ണെടുത്തിരുന്നു. നിലവിലുള്ള കുന്നാണ് ഇപ്പോൾ നികത്തുന്നത്. മലയിലേക്ക് പോകുന്ന ചെങ്ങൻചിറ റോഡും തകർന്നിരിക്കുകയാണ്. രായമംഗലം പഞ്ചായത്ത് പരിധിയിൽ മണ്ണ് മാഫിയ അഴിഞ്ഞാടുകയാണെന്ന് ആരോപിച്ച് എൽദോസ് കുന്നപ്പള്ളി എംഎൽഎയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ മാർച്ചിൽ പഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചിരുന്നു. മലമുറി മലയിൽ ഉൾപ്പെടെ അന്ന് മണ്ണെടുപ്പുണ്ടായിരുന്നു. പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെച്ച ഖനനം വീണ്ടും തുടങ്ങിയെന്നാണ് ആക്ഷേപം. വൈകിട്ട് 7-ന് ശേഷം നടക്കുന്ന ഖനനം രാവിലെ 6-ന് മുൻപ് നിർത്തും. പകൽ യന്ത്രങ്ങൾ മാത്രമാണ് പറമ്പിലുണ്ടാകുന്നത്. ആർക്കും സംശയമുണ്ടാകാത്ത തരത്തിലാണ് മണ്ണെടുപ്പ്. പഞ്ചായത്തിനും പോലീസിനും വിവരം ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെയും ആരും തടഞ്ഞില്ലെന്നും ആക്ഷേപമുയരുന്നു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614. BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി. മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര, നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി.